സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 NDAയുമായിട്ട് ചേരുന്ന ഈ നിമിഷങ്ങൾ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു നിർണായകമായിട്ടുള്ള നീക്കം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ സാബു എം ജേക്കബിന്റെ 2020 പാർട്ടി NDAയിൽ ചേരുമ്പോൾ ഏത് രീതിയിലുള്ള ഗുണങ്ങളായിരിക്കും അതിലൂടെ BJPക്ക്, സംഘപരിവാറിന്, പ്രത്യേകിച്ചും 2020ക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2020 പാർട്ടി NDAയിൽ എത്തേണ്ടത് NDAയുടെയും മലയാളികളുടെയും ആവശ്യമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ മനമെടുത്താണ് തീരുമാനമെന്ന് സാബു എം ജേക്കബും പറയുന്നു. ഇരുവരുടെയും സംഭാഷണങ്ങൾ ആദ്യം കേൾക്കാം. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PM-ന്റെ പ്രസൻസിൽ NDA-ന്റെ ഭാഗമാവും. അപ്പോൾ NDA-ന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDA-ന്റെ ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ആ ജോബ് ക്രിയേഷൻ ട്രാക്ക് റെക്കോർഡ് തുടരണം. വികസിത കേരളത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് ആ ഒരു ഇക്കണോമിക് ആക്റ്റീവ് തുടരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യമാണ്. ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. കാരണം രാഷ്ട്രീയത്തിലേക്ക് വരാനായിട്ടുണ്ടായ സാഹചര്യം തന്നെ ഈ ഇവിടുത്തെ LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ച് ഈ കേരളത്തെ കട്ടുമുടിച്ച് ഇവിടെ ഈ നാട് നശിപ്പിക്കുന്ന കണ്ട് മനം മടുത്തിട്ടാണ് ഇതിനൊരു മാറ്റം വരുത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഞങ്ങളെ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDA-യോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടാണ് NDA-യുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടി NDAയിലേക്ക് വന്നു എന്ന് തന്നെ പറയാവുന്ന ഈ നിമിഷം അത് വാസ്തവത്തിൽ BJPയുടെ ഒരു മിഷൻ കേരളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയകരമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് മാറുന്നു. വിസ്മയകരമായ നീക്കങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് UDF ആണ് എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ മോദി എത്തും മുമ്പ് തന്നെ BJPയുടെ ഒരു വിസ്മയം എന്നുള്ള നിലയ്ക്കാണ് 2020യെ NDAയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ചെയർമാൻ സാബു ജേക്കബ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പിന്നാലെയാണ് ഇരുവരും സംയുക്തമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിലൂടെ മുന്നണി പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2020 രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാർട്ടി ഒരു പ്രധാനപ്പെട്ട മുന്നണിയുടെ ഭാഗമാകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്താൻ ഇരിക്കവെയാണ് ഈ നിർണായകമായിട്ടുള്ള നീക്കം 2020യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ വാർത്തയെ വിശദമായിട്ട് നമ്മൾക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയ് കൂടി ചേരുന്നു. ഇതിൽ 2020 പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒപ്പം തന്നെ BJP ആത്യന്തികമായിട്ട് കേരളത്തിൽ നിരവധി അക്കൗണ്ടുകൾ തുറക്കുക എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗപ്രവേശമായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. CK ജാനു ഉൾപ്പെടെ ഉള്ളവർ NDA വിട്ടുപോയപ്പോഴേക്കും പുതിയ കക്ഷികളെ NDAയിലേക്ക് അടുപ്പിക്കണം എന്ന് തന്നെയായിരുന്നു BJPയുടെ നീക്കം. വളരെ അതിശയകരമായ നീക്കത്തിലൂടെ തന്നെയാണ് കേരളത്തിലെ BJP നേതാക്കന്മാർ NDAയിലേക്ക് സാബു ജേക്കബിനെയും സംഘത്തെയും എത്തിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം 2020യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവരുടെ സ്വന്തം കൈവശമുണ്ടായിരുന്ന 2 പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടപ്പോൾ 2 പഞ്ചായത്തുകൾ ഒപ്പം തിരിച്ചു കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞു. ഇപ്പോഴും അവരുടെ കൈവശം 4 പഞ്ചായത്തുകളുണ്ട്. ഏകദേശം 86ഓളം ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു രാഷ്ട്രീയ പിൻബലമില്ലാതെയുള്ള മുന്നോട്ട് പോക്ക് വലിയ തരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾക്ക് വഴിവെക്കും എന്ന് അവർക്ക് ഉണ്ടായ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അവർ ഇങ്ങനെ ഒരു നീക്കത്തിന്
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് വേണം നമുക്ക് കരുതാൻ. പ്രത്യേകിച്ചും LDFും UDFും SDPI ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ളവർ ഒറ്റക്കെട്ടായി ഇത്തവണ നമ്മൾ കണ്ടതാണ്. ഈ 2020-ക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു മത്സരത്തിന് ഇറങ്ങിയിരുന്നു. മാത്രമല്ല ഈ LDFിന്റെ അല്ലെങ്കിൽ CPM-ന്റെയോ അരിവാൾ ചുറ്റിക നക്ഷത്രമോ അല്ലെങ്കിൽ കൈപ്പത്തിയൊന്നും തന്നെ അവിടെ കോൺഗ്രസിന്റെ കൈപ്പത്തിയൊന്നും തന്നെ അവിടെ നമുക്ക് മത്സരരംഗത്ത് കാണാൻ കഴിഞ്ഞതുമില്ല. പക്ഷെ അവിടെ ഒരു കൂട്ടായ ഒരു നീക്കം, അതായത് ഒരു സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടു കൂടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് നമുക്ക് ഇത്തവണ ഈ കിഴക്കമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും പ്രദേശങ്ങളിലും ആലുവയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു നീക്കം വല്ലാതെ തന്നെ 2020-ക്ക് തന്നെ ഒരു ക്ഷീണം ഉണ്ടാക്കുമോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു NDAയിലേക്ക് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിർണായകമായ മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഈ 4 പഞ്ചായത്തുകളും ഇവർ പ്രതിനിധാനം ചെയ്യുന്ന മേഖലയും ഒക്കെ തന്നെ. അവരുടെ ഒരു അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ അവർ ഈ ഇത്തവണ NDAയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർണായകമായ ഒരു നേട്ടം ഉണ്ടായിരിക്കുന്നു. കാരണം പ്രത്യേകിച്ചും ഒരു 2020-യെ പോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി പഞ്ചായത്ത് പിടിച്ചെടുത്തു. വികസന പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറെടുക്കുന്ന ഒരു നേതൃനിര, അത്തരത്തിലുള്ള ഒരു സംഘത്തെ അല്ലെങ്കിൽ 2020-യെ BJPക്ക് അവരുടെ NDA മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. പക്ഷെ ഈ ഒരു നീക്കം നേരത്തെ തന്നെ LDFും UDFും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ തന്നെയും അത് വലിയ തരത്തിൽ പരാജയപ്പെട്ടു പോയിരുന്നു. കാരണം പലതരത്തിലും 2020 മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ LDFോ UDFോ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അവർ അവിടെ തന്നെ ആ ദൗത്യം ഉപേക്ഷിക്കുകയും ചെയ്ത് അതിന്റെ അനന്തരഫലമായിട്ടാണ് ഇത്തവണ 2020-യെ തറപ്പറ്റിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ എല്ലാവരും ഒരുമിച്ചിറങ്ങിയതെങ്കിലും അതും കാര്യമായ പുരോഗതി കണ്ടിരുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങളെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിട്ടാണ് ഈ 2020 NDAയിലേക്ക് ഒരു നീക്കം നടത്തിയിരിക്കുന്നത് വേണം നമുക്ക് കരുതാൻ. ഭാവിയിൽ മധ്യ കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി 2020 മാറും എന്നുള്ള പ്രതീക്ഷ ഒരുപക്ഷെ BJPക്ക് കാണും. കാരണം ഈ ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, ആ മേഖല, ഈ തൃപ്പൂണിത്തുറ, തൃക്കാക്കരയൊക്കെ വരുന്ന ആ മേഖലകളെല്ലാം തന്നെ 2020-ക്ക് അല്പമെങ്കിലും പിൻബലമുള്ള ആൾക്കൂട്ടമുള്ള മേഖലകളാണ്. അവിടെ നിന്ന് ഇവരുടെ കൂടി പിൻബലത്തോടു കൂടി BJP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ ഒരു പക്ഷേ വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയും BJPക്കുണ്ട്. അപ്പോൾ എറണാകുളം പോലുള്ള സ്ഥലത്ത് കുറച്ചുകൂടി ശക്തി ആർജിക്കാൻ BJPക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി വെച്ചുകൊണ്ട് തന്നെയാണ് 2020-യെ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം CK ജാനുവിനെ പോലുള്ള ഒരു നേതാവ് അവരെ വിട്ടുപോയപ്പോഴേക്കും അതിന് തത്തുല്യമായ ഒരു ശക്തിയെ, അതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ ശക്തിയെ കൊണ്ടുവരുവാൻ BJPക്ക് കഴിഞ്ഞു, NDAക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം, BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക നേട്ടമായിട്ട് തന്നെ കരുതാം. കാരണം രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വരവ് കേരളത്തിൽ അറിയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. പല സ്ഥലങ്ങളിലും വോട്ടിന്റെ ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 2020-യെ, അതുപോലെ UDFും LDFും ഒക്കെ ആഗ്രഹിച്ചിരുന്ന 2020-യെ ഇപ്പോൾ BJPയുടെ സംഘമായ NDAയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടം തന്നെ. പക്ഷേ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് തരത്തിലൊരു നീക്കം നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോഴും കണക്കുകൾ നിരത്തുമ്പോൾ 2020 പറയുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലം കൂടി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് 2020 എന്ന് പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 2020 ഇത്തവണ നിയമസഭാ മണ്ഡലത്തിൽ അവരുടെ വരവറിയിച്ച് BJP പിന്തുണയോട് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നിർണായക നീക്കം BJP നടത്തിയിരിക്കുന്നു. ആ നീക്കത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം അവർ വലിയ രഹസ്യമായിട്ട് തന്നെയായിരുന്നു ഈ നീക്കങ്ങൾ നടത്തിയത്. 2 ആഴ്ച മുമ്പ് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച സാബു ജേക്കബ്, അതായത് 2020 ചെയർമാൻ സാബു ജേക്കബ് ഡൽഹിയിലെത്തിയിരുന്നു. അവിടെ വെച്ച് അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു. പിന്നീട് അമിത്ഷാ കേരളത്തിലെത്തിയപ്പോഴും ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ആ ചർച്ചകൾക്കൊടുവിൽ നീക്കങ്ങളെല്ലാം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു. ആ ഡൽഹി കേന്ദ്രീകരിച്ച നീക്കങ്ങൾക്കൊടുവിൽ ഇന്നലെയോടുകൂടിയാണ് ഏകദേശം ധാരണയിലേക്ക് എത്തപ്പെടുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് അങ്ങിരുന്ന സാബു ജേക്കബ് പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് NDAയോടൊപ്പം ചേരുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നത്. BJPയും സന്തുഷ്ടരാണ് ഇത്തരം കാര്യത്തിൽ. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 4 പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സംഘടനയെ
അവർക്ക് സ്വന്തമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ NDAക്ക് കേരളത്തിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം കൂടി വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടം കൂടി BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. MS ഇതിൽ 2020 സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പാർട്ടിയുടെ അസ്തിത്വം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് 2020 പാർട്ടി അത് ഇക്കാലം അത്രയും വളരുകയും അതിൻ്റെ അസ്തിത്വം ഉറപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ട് ആ മുന്നണിയുടെ ഭാഗമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ആ പാർട്ടി അതുവരെ എന്തായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാവുന്നു. 2020 പാർട്ടിയിൽ വിശ്വസിക്കുകയും അവർ നടപ്പാക്കുന്നു എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയമായിട്ടുള്ള വികസനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും അവർക്ക് വോട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ ഇടതുപക്ഷ മനസ്സുള്ളവരുണ്ട്, കോൺഗ്രസിൻ്റെ മനസ്സുള്ളവരുണ്ട്, തീർച്ചയായിട്ടും സംഘപരിവാറിൻ്റെ മനസ്സുള്ളവരും ഉണ്ടാവാം. ആ വോട്ടർമാരിൽ വരാൻ പോകുന്ന മനംമാറ്റങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും 2020യും സാബു ജേക്കബും ആലോചിച്ചിട്ടുണ്ടെങ്കിലും ആ വോട്ടർമാരെ നമ്മൾ എങ്ങനെയാണ് കാണുക? തീർച്ചയായും അത് ഒരു നിർണായകമായ ചോദ്യം തന്നെയാണ്. കാരണം ഈ 2020യെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് മത്സരരംഗത്തെത്തിയവരാണ്. അതുകൊണ്ട് തന്നെയാണ് 2020 എന്ന പേര് തന്നെ അവർ നൽകിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും താല്പര്യം കാണിക്കേണ്ട, ആരുടെയും പിൻബലം വേണ്ട, സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുക, സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുക, അവർക്ക് വേണ്ടി വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇത് തന്നെയായിരുന്നു 2020യുടെ ലക്ഷ്യം. ആ 2020യുടെ ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ ആദ്യഘട്ടത്തിലൊക്കെ കഴിഞ്ഞിരുന്നു. കാരണം റോഡ് വികസനമായാലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ 2020ക്ക് അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കഴിഞ്ഞു എന്നുള്ളത് ഒരു നിർണായകമായ നേട്ടം തന്നെയായിരുന്നു. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലവും അവർക്കില്ലായിരുന്നു. സ്വന്തം പഞ്ചായത്തുകളിലൂടെ അവരുടെ നേട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നു. പക്ഷേ നിലവിൽ ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണലിലേക്ക് എത്തപ്പെടുമ്പോഴേക്കും ഇവർക്ക് നേരത്തെ വോട്ട് ചെയ്തിരുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവരോ ബന്ധമില്ലാത്തവരോ അല്ലെങ്കിൽ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരോ, കോൺഗ്രസോ CPM-ലോ CPI-ലോ ഒക്കെ വിശ്വസിക്കുന്നവരായ ആളുകൾ 2020യിൽ പെട്ടവർക്ക് വോട്ട് ചെയ്തിരുന്നു. അവർ എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് ഒരു നിർണായക ചോദ്യം തന്നെയാണ്. അവരുടെ മനസ്സിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകുമോ, അതോ പഴയതുപോലെ തന്നെ 2020ക്കൊപ്പം ചേർന്ന് നിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് 2020ക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യുക, സംഘപരിവാറിന് വോട്ട് ചെയ്യുക, RSSന് വോട്ട് ചെയ്യുക, 2020യുടെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ ഇത് BJPക്കാരനായി എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിലേക്ക് അവർ തകിടം മറിയും. തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം NDAയുടെ ഘടകകക്ഷി എന്ന് പറയുമ്പോൾ BJPയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായി 2020 മാറിയിരിക്കുന്നു. ഒപ്പം BJP എന്ന് പറയുമ്പോൾ RSSുമായി ബന്ധമുള്ളവർ, RSS പറയുന്ന അതേപടി പ്രാവർത്തികമാക്കുവാൻ നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നവർ എന്ന് പറയുമ്പോഴേക്കും BJPയുമായി ബന്ധമുള്ളവർ എന്നതിനപ്പുറം BJPയുമായി ബാന്ധവമുള്ളവർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിൽ ഒരു നീക്കം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ അണികളിലുണ്ടാകുന്ന മാനസികമായ ഒരു മാറ്റം അത് നിർണായകം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ തരത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ വലിയ തരത്തിലുള്ള പിന്തുണ കൊണ്ട് ലഭിച്ചു വരുന്ന ഒരു പാർട്ടിയാണ് 2020. അതാണ് നമ്മൾ കണ്ടത്. 2 പഞ്ചായത്തുകൾ ഇത്തവണ വിട്ടപ്പോൾ മറ്റു 2 പഞ്ചായത്തുകളിൽ നേട്ടം കൊയ്തുകൊണ്ട് 4 പഞ്ചായത്തുകൾ സ്വന്തമാക്കി നിലനിർത്തി മുന്നോട്ട് പോകാൻ ഈ 2020ക്ക് കഴിഞ്ഞ്. അവിടെ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങളുള്ള മേഖലയാണ്. മാത്രവുമല്ല കോർപ്പറേഷനുമായി അടുത്ത് കിടക്കുന്ന പ്രദേശം. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിനും CPM-നും ഒക്കെ നിർണായകമായ ബന്ധങ്ങളുള്ള അവരുടെ CPM-നോടൊപ്പം ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെയും പിന്തുണ കൊണ്ട് ജയിക്കുകയാണ് 2020യുടെ സ്ഥാനാർത്ഥികൾ പലരും. അവിടെയാണ് അവർ ഒരു പക്ഷേ ഒന്ന് മാറി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഒരു പക്ഷേ അവർ ചെയ്ത വോട്ടിൽ ഇത്തവണ അവർ ചെയ്ത വോട്ടിൽ ഒരുപക്ഷെ അവർക്കൊരു പശ്ചാത്താപത്തിന്റെ ഒരു തരിയെങ്കിലും അവരുടെ ഉള്ളിലേക്ക് കടന്നുകൂടാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം അത്തരത്തിൽ ഒരു നീക്കം ഇന്നിന് സാബു ജേക്കബ് പറയുന്നൊരു കാര്യം, അവര് രാഷ്ട്രീയപരമായി എല്ലാവരുമായി ചർച്ച നടത്തിയതിനു ശേഷം ഏറെ നാൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് 2020ക്ക് പോകാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ശക്തമായി നേട്ടങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വികസിത കേരളം എന്ന പദ്ധതി അല്ലെങ്കിൽ അവരുടെ പഞ്ചായത്തുകൾ വികസനം വേണമെന്നുണ്ടെങ്കിൽ വികസിത കേരളം എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന BJPക്കൊപ്പം ചേരണം എന്നൊക്കെയുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു ചെറിയ സംശയത്തിന്റെ നിഴൽ 2020ക്ക് വോട്ട് ചെയ്ത ആളുകളുടെ മനസ്സിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. MS
അത് ഒരു ചെറിയ സംശയം എന്നതിനേക്കാൾ വലിയ സംശയം തന്നെയായിട്ട് അലട്ടുമെന്നുള്ളതിലും ഒരു സംശയവുമില്ല എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിട്ട് പ്രാദേശിക പാർട്ടികളുടെ വളർച്ചയും അതിൻ്റെ വികാസവും ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചിട്ട് എല്ലാ കാലത്തും അത് ഒരു ഫെഡറൽ ഘടന നിലനിൽക്കെ തന്നെ പ്രാദേശിക പാർട്ടികൾ വളർന്ന് വലിയ തലങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് മുന്നണികളുടെ ഭാഗമായിട്ട് നിന്നപ്പോൾ തന്നെയാണ്. തുടങ്ങുന്ന പ്രാദേശിക പാർട്ടികൾ ആരംഭിക്കുന്ന വേളയിൽ തന്നെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളതിൻ്റെ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മാതൃക എന്നുള്ള നിലയ്ക്ക് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒന്ന് എന്നുള്ള നിലയ്ക്ക് വളർന്ന് വന്ന, എന്നാൽ വളർച്ചയ്ക്ക് വിഘാതം നേരിട്ട ഒരു സന്ദർഭത്തിൽ ഗതികേടുകൊണ്ട് ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മാറുന്നു എന്നുള്ള നിലയ്ക്കുള്ള വിശകലനവും വന്നേക്കാം. പ്രത്യേകിച്ചും സാബു ജേക്കബുമായിട്ട് കേരള വിഷൻ ന്യൂസിൻ്റെ ട്രൂ കോളർ എന്ന പരിപാടിയിൽ തുടർച്ചയായിട്ട് 1 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ആ അഭിമുഖത്തിൽ സാബു ജേക്കബ് പറഞ്ഞിട്ടുള്ള കാര്യം ഈ 3 മുന്നണികളെയും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും വികസന വിരോധികളായിട്ട് നിൽക്കുന്നവരാണെന്നും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അഴിമതികളിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും NDA കുറിച്ചും UDF കുറിച്ചിട്ടും LDF കുറിച്ചിട്ടും സൂചിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ കണിശമായിട്ടുള്ളൊരു നിലപാടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ നിന്ന് മാറിയിട്ട് ഈ സവിശേഷ സാഹചര്യത്തിൽ NDA ചേർന്നില്ല എങ്കിൽ അത് 2020 തന്നെ നിലനിൽപ്പ് പൂർണ്ണമായിട്ട് അവസാനിക്കുന്ന ഒരു ഘട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടായിരിക്കുമോ? ഒരു നിലനിൽപ്പിന്റെ രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ ഈ സാബു ജേക്കബിന്റെ ചുവടുമാറ്റത്തെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇനി ഒറ്റയ്ക്ക് നിന്നാൽ, കാരണം ഇവർ 2020 സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് മത്സരരംഗത്ത് നിൽക്കുകയും പ്രവർത്തനങ്ങൾ നടത്തി പോവുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കാരണം വ്യവസായിയായ സാബു ജേക്കബ് തന്നെ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഈ മുന്നണിയെ ഈ 2020 കൊണ്ടുപോകുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരുന്നു. അന്നൊക്കെ അദ്ദേഹം സധൈര്യം മുന്നോട്ട് പോയത് രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. പക്ഷെ ഇത്തവണ ഇവിടെ എന്ത് അർത്ഥത്തിലാണ് BJPക്കൊപ്പം ചേർന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിലനിൽക്കുന്നതും ആ ഒരു ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയുമാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പിൻബലമില്ലാതെ ഇന്ത്യയിൽ എല്ലായിടത്തും വലിയ തരത്തിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നു 2020. ആ 2020 ഈ കഴിഞ്ഞ ഒരു 10 ദിവസത്തിനുള്ളിൽ നടത്തിയ ചർച്ചകളും കൂടിക്കാഴ്ചകൾക്കുമൊക്കെ ശേഷം ഇപ്പോൾ BJP എന്ന് പറയുന്ന കേരളത്തിൽ സമീപകാലത്ത് മാത്രം വലിയ തരത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ചില പഞ്ചായത്തുകളും ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തു, പാർലമെന്റിലേക്ക് MP ഉണ്ട് എന്നൊക്കെയുള്ള അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന BJPയിലേക്ക് ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു അർത്ഥം കൂടി നമ്മൾക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു അർത്ഥം കൂടി ഉണ്ട്. അതായത് സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യവസായിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ഇതിനൊരു രാഷ്ട്രീയ പിൻബലമില്ലാതെ 2020 ഒരു 2020 ഒപ്പം നിർത്തുവാൻ ഒരു നിർണായക രാഷ്ട്രീയ കക്ഷിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്തകളോ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നുകൂടിയത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് സാബു ജേക്കബ് പോയത് എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ ചെറുതായിരിക്കത്തില്ല. കാരണം 2020 സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലെ പ്രതീക്ഷകൾ ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ, അതായത് ഈ CPIM-നും CPI-ക്കും കോൺഗ്രസിനും BJPക്കും അപ്പുറമൊക്കെ ചിന്തിച്ചിരുന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. 2020 വളർച്ച ഒരുപക്ഷെ ആപ്പിനെ പോലെ ആം ആദ്മി പാർട്ടിക്കും അപ്പുറത്തേക്ക് 2020 കേരളത്തിൽ വേരുറപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2020 വരവ് ഒരുപക്ഷെ കേരളത്തിൽ ഒരു നിർണായക ശക്തിയായി മാറുന്നതിന്റെ വരവായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ, പക്ഷെ ആ പ്രതീക്ഷകൾക്കൊക്കെ ഒരു പരിധി വരെ വഴിയടയപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ നീക്കത്തിലൂടെ പറയാൻ കഴിയും. ഇനി ഒരു പക്ഷേ ഇത് ഈ എറണാകുളത്തിന്റെ ഇപ്പോഴുള്ള ആ മേഖലകൾ മാത്രം ഒതുങ്ങുമോ എന്നൊരു 2020 ആയുസ് എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. MS ഈ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ NDAയെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ്. വോട്ട് വിഹിതം ഏത് വിധേനയും വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 2020 സാന്നിധ്യം പ്രത്യേകിച്ചും എറണാകുളത്ത് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്ന് അവർ കരുതുകയും ചെയ്യുന്നുണ്ടാവും ഒരു ഭാഗത്തല്ലേ? തീർച്ചയായും അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആലുവ, കളമശ്ശേരി, അതുപോലെ തന്നെ അതുമായി ചേർന്ന് കിടക്കുന്ന തൃപ്പൂണിത്തറ, അങ്ങനെ വരുന്ന വലിയൊരു മേഖല ഉണ്ട്. ആ മേഖലകളിലൊക്കെ തന്നെ 2020ക്ക് ചില സ്വാധീന മേഖലകളാണ്. പ്രത്യേകിച്ചും അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം BJPയേക്കാൾ പരാജയപ്പെട്ടെങ്കിൽ തന്നെയും BJPയേക്കാൾ വോട്ട് നേടാൻ 2020 സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2020യും BJPയും കൈകോർക്കുകയാണ് എന്നുണ്ടെങ്കിൽ CPIM-ന്റെ LDF-നേക്കാളും കോൺഗ്രസിന്റെ UDF
UDF-നേക്കാളും ഒക്കെ മുന്നിലെത്താൻ കഴിയുമെന്ന് BJP മനസ്സിൽ കണക്ക് കൂട്ടി കാണും. ആ കണക്കുകൂട്ടലുകൾ അനുസരിച്ചായിരിക്കും ഒരു പക്ഷേ സാബു ജേക്കബ് എന്ന് പറയുന്ന വ്യവസായി, കാരണം കേരള സംബന്ധിച്ചിടത്തോളം BJP എന്തായാലും ഇനി കേരളത്തിൽ അധികാരത്തിലേക്ക് ഈ സമീപകാലത്ത് എത്തില്ല എന്നൊരു പ്രതീക്ഷ സാബു ജേക്കബിനുണ്ടായിരിക്കാം. ആ ഒരു പ്രതീക്ഷ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ഈ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ ഒരു ചർച്ചയിലൂടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തനിക്കും തന്റെ പ്രസ്ഥാനത്തിനും വലിയ കോട്ടം തട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഈ നിർണായകമായ ഒരു നീക്കം നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. പക്ഷേ ആദ്യഘട്ടത്തിലേക്ക് അദ്ദേഹം എടുത്ത നിലപാടുകൾ, അതായത് മറ്റ് മുന്നണികളെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ഇപ്പോൾ BJP-യുടെ നേതൃത്വത്തിലുള്ള NDA-യിലേക്ക് വന്നതാണ് ഒരു വലിയ തരത്തിലെ ചോദ്യചിഹ്നമായി ചില സംശയങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരിക്കുന്നത്. MS ഇതിൽ 2020 പാർട്ടി രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ 10ാമത്തെ വർഷത്തിലാണ് ഈ പറയുന്ന NDA-യിലേക്ക് മാറുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2015-ലാണ് 2020 രൂപീകരിച്ചത്. ആ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ മത്സരിച്ചിട്ട് 19-ൽ 17 സീറ്റുകൾ നേടി അധികാരത്തിൽ വരികയും ചെയ്തു. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ 3 പഞ്ചായത്തുകളിലേക്ക് കൂടി 2020 സാന്നിധ്യം വ്യാപിപ്പിക്കുകയുണ്ടായി. ഐക്കരനാട് പഞ്ചായത്തിൽ 14 സീറ്റുകളും നേടി. കുന്നത്തനാട് പഞ്ചായത്തിൽ 18 സീറ്റുകളിൽ 11 നേടി. മഴുവണ്ണൂർ പഞ്ചായത്തിൽ 19-ൽ 14 സീറ്റുകളും 2020 നേടി. ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പക്ഷേ 2020-ക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കിഴക്കമ്പലം, ഐക്കരനാട് എന്നീ പഞ്ചായത്തുകളിൽ മാത്രമാണ് അവർക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞത്. ഐക്കരനാട് പഞ്ചായത്തിൽ 16 സീറ്റിൽ മുഴുവൻ സീറ്റിലും വിജയിക്കുകയും ചെയ്തു. ഇതാണ് 2020-യുടെ ഏറ്റവും ചുരുങ്ങിയ ഒരു ചരിത്രം ഈ നിമിഷങ്ങളിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനോ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം അത് തെരഞ്ഞെടുപ്പ് സഖ്യം തന്നെയായിട്ട് അവസാനിക്കുമോ അതോ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ സാബു ജേക്കബിനെ സംബന്ധിച്ചിട്ട് 2020 മാത്രമല്ല, വ്യവസായ ശൃംഖലകൾ അത് പലയിടങ്ങളിലും വ്യാപിപ്പിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി അടക്കമുള്ള വ്യാവസായിക കാര്യങ്ങളിൽ എല്ലാ കാലഘട്ടത്തിലും പിന്തുണയും മറ്റും വേണ്ടതുണ്ട്. അങ്ങനെയുള്ള നിരവധി നീക്കുപോക്കുകൾ ഈ ഒരു ചേരലിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. അതായത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പുമായും വ്യവസായ മന്ത്രിയുമായും ഒരു തരത്തിലും യോജിച്ചു പോകാത്ത നിലപാടായിരുന്നു സാബു ജേക്കബിന്റേത്. പല പ്രാവശ്യവും അവിടെ നികുതി വകുപ്പിന്റെ അന്വേഷണം നടത്തിയാലും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയാലും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും സാബു ജേക്കബും ഒപ്പം തന്നെ വ്യവസായ മന്ത്രിയുമായിട്ടൊക്കെ പലപ്പോഴും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ LDF-ന്റെയും UDF-ന്റെയും പിന്തുണ ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ വ്യവസായ ശൃംഖലകൾ ആന്ധ്രാപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടി ഒരു നീക്കം വരെ നടത്തിയിരുന്നു. അതുകൂടി അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം തന്റെ വ്യവസായ മേഖല, തന്റെ വ്യവസായ ശൃംഖലയുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഒരു കിഴക്കമ്പലം പോലുള്ള മേഖലയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ഈ സംവിധാനവുമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി ഉരസി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല ബന്ധമില്ലാതെ നിൽക്കുമ്പോൾ ഒരു മാറ്റം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJP പോലുള്ള ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം നിർത്തുവാൻ വലിയ തരത്തിലുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ BJP തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ വഴി അകത്തേക്ക് പ്രവേശിച്ചാൽ എന്താണോ സാബു ജേക്കബ് ഉദ്ദേശിക്കുന്നത്, വ്യാവസായികമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടോ അതുമല്ല രാഷ്ട്രീയപരമായിട്ടോ ഒക്കെയുള്ള പിൻബലം മറ്റു മേഖലകളിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ വ്യവസായ മേഖലയ്ക്ക് കാര്യമായ ഒരു ഉണർവ് കിട്ടും എന്നുള്ള പ്രതീക്ഷകളൊക്കെ ഒരു പരിധിവരെ അദ്ദേഹത്തിനുണ്ടാവാം. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തണൽ കൂടി ലഭിക്കുമ്പോഴേക്കും UDF-ന്റെയോ LDF-ന്റെയോ ഒരു കടന്നാക്രമണം ഈ NDA മുന്നിലായി കഴിഞ്ഞാൽ വലിയ തരത്തിൽ ഉണ്ടാകില്ല. ഈ BJP-യുടെ തണലിൽ അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു ചിന്ത കൂടി സാബു ജേക്കബിന്റെയും ഒപ്പം നിൽക്കുന്ന സംഘത്തിന്റെയും ഒക്കെ മനസ്സിൽ കടന്നുകൂടിയതായിരിക്കാം ഇങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. MS അതെ, ഏറ്റവും കൃത്യമായ സമയത്ത് ഏറ്റവും കൃത്യമായിട്ടുള്ള ചടുലമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു 2020 എന്ന് പറയേണ്ടി വരും. പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുകയും ആ പ്രഖ്യാപനം നടക്കുകയും ചെയ്യുന്നതിലൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരു രീതിയിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്നു 2020. ആ 2020 പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിട്ട് ആരൊക്കെയാണോ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് ആ ഉന്മൂലനം എന്ന് പറയുന്നത് പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള മരണമായിട്ട് തന്നെ മനസ്സിലാക്കുകയും അതിൽ നിന്ന് പുനർജീവിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം ഒരുപക്ഷെ NDA-യിലേക്കുള്ള 2020-യുടെ ഈ ചേരൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.